ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കായിക പ്രവർത്തനങ്ങൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സ്വന്തമായി ദേശീയ കായിക ദിനമുള്ള ഒരു രാജ്യം. ദേശീയ കായിക ദിനത്തിൽ അവിടുത്തെ പ്രവാസികൾ ഒരുക്കിയ കായികമേളയുടെ കാഴ്ചകളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ്. ഖത്തർ കായിക ദിനാഘോഷത്തിൻ്റെ ആവേശച്ചൂട് പതഞ്ഞു നിന്ന പോരാട്ടങ്ങൾ. ട്രാക്കിൽ ഇഞ്ചോടിഞ്ചു കുതിപ്പ്, ഫീൽഡിൽ വീറും വാശിയും തൊട്ടുരുമ്മി നിന്ന മത്സരങ്ങൾ. ദോഹയിൽ എക്സ്പാർട്ട് സ്പോർട്ടി ഒരുക്കിയ കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റ് ആവേശവും ആരവവും ഒന്നിച്ചുയർത്തിയ പോരിടമായിരുന്നു. ആരോഗ്യമുള്ള ജനതക്കായി ഖത്തർ ഒരുക്കിയ ആഘോഷത്തിൽ പ്രവാസി സമൂഹത്തിൻ്റെ കയ്യൊപ്പും. നല്ല ഒന്നാം തരം മാർച്ച് പാസ്റ്റ് ആയിരുന്നു സ്പോർട്സ് മീറ്റിന്റെ പൊലിമ. ആസ്പയർ സോൺ, വാമപ്പ്, ട്രാക്ക് ആൻഡ് ഫീൽഡിൽ വെവ്വേറെ ബാനറുകൾക്ക് കീഴിലാണ് പ്രവാസി സമൂഹം അണിനിരന്നത്. കേരളത്തിന്റെ തനതു കലകളും സാംസ്കാരിക ചിഹ്നങ്ങളും മാർച്ച് പാസ്റ്റിന് മാറ്റുകൂട്ടി. അതിഥികളായി എത്തിയവർ താരങ്ങളിൽ നിന്ന് മാർച്ച് പാസ് സ്വീകരിച്ചു. ഇന്ത്യയുടെയും ഖത്തറിന്റെയും ദേശീയ പതാകകൾ കയ്യിലേന്തിയ കുട്ടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പാരസ്പര്യത്തിന്റെയും സ്നേഹവിശ്വാസത്തിന്റെയും പാലം പണിതു. സ്വന്തം ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം മേളകളെന്ന് പറഞ്ഞു ചിലർ. ആരോഗ്യം തന്നെയാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ ഫെബ്രുവരി മാസത്തിലും ഈ ഒരു സംഗതി എന്നുള്ളത് തന്നെയാണ്. നമ്മളെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ നാടിനെ നല്ല മിസ് ചെയ്തായിരുന്നു. നല്ല പരിപാടികളായിരുന്നു. ആദ്യമായി ട്രാക്കിൽ ഇറങ്ങിയതിന്റെ ആവേശം പങ്കുവച്ചു ചിലർ. പരിപാടിയൊക്കെ അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ 800 മീറ്റർ ഓടുന്നത്. 4th എത്തിയിട്ടുള്ളൂ. പിന്നെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ കളിച്ചു, ഇഞ്ചറിയും ഉണ്ട്. ഷോർട്ട് പുട്ട് ആയിരുന്നു വേണം. ഞാൻ 100 മീറ്റേഴ്സിനുണ്ടായിരുന്നു, പിന്നെ റിലേക്കുണ്ട്. മൊത്തത്തിൽ അടിപൊളി സെറ്റ്. മത്സരവും മേളവും കഴിഞ്ഞെത്തിയതിന്റെ ക്ഷീണമൊന്നും പലരും അഭിപ്രായ പ്രകടനങ്ങളിൽ കാണിച്ചില്ല. പരിപാടി അടിപൊളിയായിരുന്നു. പരിപാടി അതിഗംഭീരം. അത് ജനപങ്കാളിത്തം കൊണ്ടും പരിപാടിയുടെ ക്വാളിറ്റി കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളി അടിപൊളി പരിപാടി. വെൽ ഓർഗനൈസ്ഡ് ആണ്. കാരണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ പ്രചോദനമാണ്. കേരളത്തിന് പുറത്തു നിന്നുള്ളവരെ കൂടി ഉൾക്കൊള്ളിച്ച് മേള നടത്തിയതിന്റെ ചാരിതാർത്ഥ്യം സംഘാടകർ പങ്കുവച്ചു. കേരള കമ്മ്യൂണിറ്റി പുറമെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രാവശ്യത്തെ എക്സ്പാർട്ട് സ്പോർട്ടീവ് കമ്മ്യൂണിറ്റി മീറ്റ് പ്ലാൻ ചെയ്തത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു മാർച്ച് പാസ്റ്റ് നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. മീറ്റിൽ ഖത്തർ ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഓവറോൾ ചാമ്പ്യന്മാരായി. KL10 ലെജൻസ് 2ാം സ്ഥാനവും കാലിക്കറ്റ് സ്പോർട്സ് ക്ലബ് 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മേളയിൽ അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ഇന്ത്യക്കായി മത്സരിച്ച കായിക താരങ്ങൾ ഉൾപ്പെടെ 750ഓളം താരങ്ങളാണ് അണിനിരന്നത്.